ആരാ അപ്പു? അമലേച്ചിയാ, ഒരു മിനിറ്റ്. ഹലോ. ആ ഇല്ല ചേച്ചി, പറഞ്ഞോളൂ. കേട്ടിട്ട് അപ്പു ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു തോന്നുന്നു. അമലേച്ചി, ഞാനങ്ങോട്ട് വിളിക്കണം എന്ന് ഓർത്തിരിക്കായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി വിളിച്ചിരുന്നു. സോറി അപ്പു, ഇന്നലെ ഞാൻ വല്ലാതെ ടയേർഡായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസമായി നല്ല ജോലിയായിരുന്നില്ലേ, അതാവും. അതുകൊണ്ട് ഫോൺ സൈലന്റ് ആക്കി വെച്ച് നേരത്തെ കിടന്നു. എന്നിട്ട് ഇപ്പം ആൾ ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. അതെ, രാവിലെ ഒരു ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്. എന്താ ചേച്ചി? മിനിസ്റ്ററെ നേരിട്ട് കാണാനുള്ള അപ്പോയിന്റ്മെന്റ് തരപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ മിനിസ്റ്ററിന്റെ PS ഗോപൻ ചേട്ടൻ വിളിച്ചിരുന്നു. ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ 4 മണി വരെ മിനിസ്റ്റർ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടാവും. അതിനിടയിൽ ഒരു 15 മിനിറ്റ് നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ കാര്യം ഗോപൻ ചേട്ടൻ മിനിസ്റ്ററോട് ഓൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണല്ലോ അമലേച്ചി. മാഡത്തെ നേരിട്ട് കണ്ട് സംസാരിച്ച കാര്യങ്ങൾ മാഡത്തിന് കൺവിൻസ് ആവുമല്ലോ. ഷോ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരാളാണ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടതെന്നും അതിനെപ്പറ്റി സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് നമുക്കൊരു നിവേദനം കൊടുക്കാം. ഒപ്പം അപ്പുവിന്റെയും അഡ്വക്കേറ്റ് നന്ദകുമാറിന്റെയും പേരിൽ ഒരു പേഴ്സണൽ പെറ്റീഷനും. കൂടാതെ അപ്പു പറഞ്ഞതുപോലെ മിനിസ്റ്റർ നേരിൽ കണ്ട് ഇതുവരെ നമുക്കിടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, ഞാൻ റെഡിയാ. രാവിലെ തന്നെ നന്ദൻ സാറിന്റെ കയ്യിൽ നിന്ന് പെറ്റീഷൻ സൈൻ ചെയ്ത് വാങ്ങാം. എന്നിട്ട് ഞാൻ ചേച്ചിയുടെ അടുത്തോട്ട് വരാം, പോരെ? മതി, ഞാൻ സൈറ്റിലുണ്ടാവും. ലഞ്ച് കഴിഞ്ഞ് നമുക്ക് ഗോപൻ ചേട്ടനെ ഒന്നുകൂടി വിളിക്കാം. അപ്പോഴേക്കും ടൈം എപ്പോഴാന്ന് അറിയുകയും ചെയ്യാം. ഓക്കെ ചേച്ചി. ഏതായാലും ഇത്ര പെട്ടെന്നൊരു റെസ്പോൺസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ കാര്യങ്ങൾ അതിൻ്റെതായ വേഗത്തിൽ നടക്കുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അപ്പുവിന്? അപ്പോ വേഗം പോയി അഡ്വക്കേറ്റ് നന്ദകുമാറിനെ കാണൂ. ആവശ്യമുള്ള ഡോക്യുമെന്റ്സുമായിട്ട് വരൂ. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ശരി ചേച്ചി. എന്തിനാ അമല വിളിച്ചത്? ഒരു കാര്യമുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം. അമലേച്ചി ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം. ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നീ ഒന്നും പറഞ്ഞില്ലല്ലോ. വന്നിട്ട് പറയാം. ഒന്ന് നിന്നേ, ചോദിക്കട്ടെ, നീ എവിടേക്കാ? അമലയെ കണ്ടിട്ട് എന്താ ഇത്ര അത്യാവശ്യം? മിനിസ്റ്റർ അരുന്ധതി ടീച്ചർ ഇന്ന് നേരിട്ട് കാണാനുള്ള അപ്പോയിന്റ്മെന്റ് തന്നിട്ടുണ്ട്. ആതിരയുടെ കൊലപാതകത്തിന് പിന്നിൽ ഫിലിപ്പോസിന്റെ പങ്കിനെ പറ്റി അന്വേഷിക്കാൻ കമ്മ്യൂണിറ്റിയുടെയും നന്ദൻ സാറിന്റെയും എന്റെയും പേരിൽ മിനിസ്റ്റർക്ക് നേരിട്ടൊരു നിവേദനം കൊടുക്കണം. മാത്രമല്ല, ഫിലിപ്പോസിന്റെ കൊട്ടേഷൻ സംഘമാണ് അന്ന് ആ അപകടത്തിന് പിന്നിൽ പ്രവർത്തിച്ചെന്ന് തെളിയിക്കുന്ന ചില വിവരങ്ങളും കിട്ടിയിട്ടുണ്ട്. അത് മിനിസ്റ്ററോട് നേരിട്ട് ബോധ്യപ്പെടുത്തുകയും വേണം. അമലേച്ചി ഒപ്പം വരുന്നുണ്ട്. അപ്പോ നീ എന്താ ഇങ്ങനെ? എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? അതോ ഇനി ഓരോ പ്രശ്നങ്ങൾ ചെന്ന് കാണാൻ കരുതി കുട്ടി ഇറങ്ങിയിരിക്കുകയാണോ നീ? ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും നീയും നന്ദനൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാ. പ്രയോജനം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാനേ നിങ്ങളുടെ ഈ നീക്കം ഉപകാരപ്പെടൂ. അത് VPക്ക് വെറുതെ തോന്നുന്നതാ. മിനിസ്റ്റർ അരുന്ധതി ടീച്ചർ ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായൊരു നിലപാട് സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മിനിസ്റ്റർ സ്വീകരിക്കായിരിക്കും, പക്ഷെ ഫോഴ്സിലും പൊളിറ്റിക്സിലൊക്കെ ഫിലിപ്പോസിനെ സഹായിക്കാൻ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണല്ലോ മുരളി അതേപ്പറ്റി അന്വേഷിക്കാൻ ഇറങ്ങിയ ഉടനെ ആ വിവരം ഫിലിപ്പോസിന്റെ കാതിലെത്തിയത്. ആ ഒരു ബലത്തിലാണ് അയാൾ ധൈര്യപൂർവ്വം മാളവിനെ അശ്വതിയൊക്കെ നേരിൽ ചെന്ന് കണ്ട് ഭീഷണിപ്പെടുത്തിയത്. അവിടെ ചെന്നതുപോലെ അയാൾ എങ്ങോട്ട് വരുത്തണോ നിനക്ക്? VPക്ക് എന്താ പേടിയുണ്ടോ? അയാൾ വരുന്നെങ്കിൽ വരട്ടേന്നേ. അയാൾക്ക് പറയാൻ പറ്റുന്നതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതും അയാളെ നേരിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ തന്നെയാ എന്റെ ശ്രമം. അപ്പോൾ ഞാനിത് പ്ലീസ്, അതിനിടയിൽ VP ഇങ്ങനെ ഭീരുക്കളെ പോലെ സംസാരിച്ച് എന്റെ സ്ട്രെങ്ത് ഇല്ലാതാക്കല്ലേ. നീ എന്നെ ഭീരു എന്നോ പേടിത്തൊണ്ടെന്നോ എന്തു വേണമെങ്കിലും വിളിച്ചോ. എനിക്ക് പേടിയുണ്ടപ്പോ, എന്റെ കാര്യത്തിലല്ല. ആതിരയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ നിനക്കോ ഗീതയ്ക്കോ അല്ലെങ്കിൽ മാളൂനോ മുരളിക്കോ ജോബിനോ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോകുന്നത് എനിക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത പൊല്ലാപ്പിനൊന്നും പോണ്ടാന്ന് നിന്റെ കാല് പിടിച്ച് ഞാൻ കെഞ്ചുന്നു. എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയല്ലേ അപ്പോ VP ഇത് പറയുന്നത്. നീ ഇതിന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ട
അതുകൊണ്ട് എന്തൊക്കെ അപകടങ്ങളാ സംഭവിക്കാൻ പോണെന്ന് ആർക്കും അറിയില്ല. അത് നിന്നെയോ നന്ദനെയോ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് മരിച്ചുപോയവരൊക്കെ മറന്നു കളഞ്ഞേക്കണമെന്നാണ് അമ്മയും പറയുന്നത് അല്ലേ? കഷ്ടമുണ്ടമ്മേ. അല്ലെങ്കിൽ ആതിര ഇതിൽ കൂടുതലൊന്നും അർഹിക്കുന്നില്ലെന്നാണോ കരുതിക്കുന്നത്? നിങ്ങൾ അവളെ വിട്ടേക്ക്. ഈ വീടൊരു വീടല്ലാതെ എരിഞ്ഞു പോഞ്ഞു നിന്ന കാലത്ത്, എനിക്കും ബിപിക്കുമിടയിൽ അമ്മ ഉരുക്കി തീർന്ന കാലത്ത് എത്ര സിൻസിയർ ആയിട്ടാണ് അമ്മേ നന്ദൻ സാർ നമ്മുടെ ഓരോ കാര്യത്തിൽ ഇടപെട്ടിരുന്നേ. വിപിക്ക് ഇപ്പൊ ഓർമ്മ ഉണ്ടാവില്ല. ഒരിക്കൽ വിപി എന്നേക്കാൾ സ്നേഹിച്ചിരുന്നത് ആതിരയാ. അവളെ പോലൊരു മകള് വേണമെന്ന് ആഗ്രഹിച്ച് ഈ വീട്ടിൽ ഒപ്പം നിർത്തിയിട്ടുണ്ട് ആതിരയെ. ഇവിടെ ചോദിച്ചാൽ മതി, ഞാൻ പറയുന്ന സത്യമാണെന്നറിയാം. എല്ലാവരോടും അവൾക്ക് സ്നേഹമായിരുന്നു, ബഹുമാനമായിരുന്നു. അങ്ങനെ ഒരു പാവത്തിനെയാണ് യാതൊരു ദയവില്ലാതെ ആ ദുഷ്ടം ക്രൂരമായി കൊന്നു കളഞ്ഞത്. ബിപി അമ്മയൊക്കെ അവളെ മരുമകളായി മനസ്സിൽ സ്ഥാനം കൊടുത്തത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ദയവ് ചെയ്ത് എന്നെ ഇതിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത്. ശരി, ഇന്ന് മിനിസ്റ്ററെ കാണുന്ന കാര്യത്തിന് കൂടി നീ പോയിക്കോ. പക്ഷേ അത് കഴിഞ്ഞ് മറ്റൊന്നിലും ഇടപെടാൻ നിന്നേക്കരുത്. നിന്നെയും കൂട്ടി അടുത്ത് തന്നെ ബാംഗ്ലൂർക്ക് വരുന്നുണ്ടെന്ന് ഞാൻ ഡോക്ടർ മഹേഷിനെ വിളിച്ച് പറയാൻ പോവാ. എന്തുദ്ദേശാണ് ഇത്ര പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ ബാംഗ്ലൂർക്ക് നാടുകടത്താൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പോവാൻ ഞാൻ തയ്യാറുമാണ്. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. എന്ത് കണ്ടീഷൻ? 2 കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതിലൊന്ന്, ആതിരയുടെ മരണം ഒരു കൊലപാതകമാണോ അല്ലയോ എന്ന് എനിക്കറിയണം, അതും നിയമത്തിന്റെ വഴിയിലൂടെ. മറ്റൊന്ന്, മാളുവിന്റെ കാര്യം. അവളും ഡോക്ടറുമായിട്ടുള്ള പ്രശ്നം പറഞ്ഞ് സെറ്റിൽ ചെയ്യണം. അവര് വീണ്ടും പഴയതുപോലെ സന്തോഷത്തോടെ ജീവിക്കണം. ഈ 2 കാര്യങ്ങൾ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന എവിടേക്കും പോവാൻ ഒരു എതിരും പറയാതെ ഞാൻ തയ്യാറായിരിക്കും. പക്ഷേ അപ്പോ അത് നീ വിചാരിക്കുന്നത് പോലെ. പ്ലീസ് അമ്മേ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിലപ്പുറം എനിക്കൊന്നും ആരോടും പറയാനില്ല, കേൾക്കാനും. ഇക്കാര്യത്തിൽ ഇനി ഒരു ഡിസ്കഷനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പോകുന്നു. ഇത് ആക്സിഡന്റ് നടന്ന സമയത്ത് ടിപ്പർ റോങ് സൈഡിലേക്ക് കയറി വന്ന് ക്ലാഷ് ആവുന്നതിന്റെ CCTV ഫുട്ടേജാണ്. ഇത് ഡ്രൈവറിന്റെ ഫോൺ റെക്കോർഡ്സും. ഇതും നമ്മൾ കൊടുക്കുന്ന പെറ്റീഷന്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. വാല്യുബിൾ എവിഡൻസ് ആണ്. ശരി സർ. അപ്പോ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കണ്ട. വേണമെങ്കിൽ ഞാനും കൂടെ വരാം. മിനിസ്റ്ററോട് കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാമല്ലോ. അത് വേണ്ട സർ. നമ്മുടെ കയ്യിലുള്ള തെളിവുകളും പിന്നെ നമ്മൾ കൊടുക്കുന്ന പെറ്റീഷനും തന്നെ ധാരാളം. തന്നെയല്ല, അമലേച്ചിക്ക് മിനിസ്റ്ററായിട്ട് പേഴ്സണലി പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പറ്റിയേക്കും. ഈ അവസ്ഥയിൽ ഇനി സാറുകൂടി ബുദ്ധിമുട്ടി വരണ്ട. അത് മതി നന്ദേട്ടാ. എന്തായാലും അപ്പു തനിച്ചല്ലല്ലോ പോകുന്നത്. വെറുതെ നന്ദേട്ടൻ ബുദ്ധിമുട്ടുണ്ട്. അമല പറഞ്ഞതുപോലെ കമ്മ്യൂണിറ്റിയുടെ പേരിൽ ഒരു മാസ് പെറ്റീഷൻ കൊടുത്ത പ്രയോറിറ്റി അതിന് തന്നെയാവും. മാത്രമല്ല, അരുന്ധതി ടീച്ചറിനെ പോലെ സിൻസിയറായ ഒരു മിനിസ്റ്റർ വിചാരിച്ച കാര്യങ്ങൾക്ക് കൃത്യമായൊരു ഫോളോഅപ്സ് ഉണ്ടാവും. ഏതായാലും മിനിസ്റ്റർ അമലേച്ചിക്ക് പരിചയം ഉണ്ടായത് നമ്മുടെ ഭാഗ്യമായി. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവളുടെ ആത്മാവിന്റെ പ്രാർത്ഥനയാവും. അപ്പോ പാവം, എന്റെ കുട്ടിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടുണ്ടാവില്ല. അല്ല, എപ്പോഴാ മിനിസ്റ്റർ കാണാനുള്ള അപ്പോയിന്റ്മെന്റ്? ഉച്ച കഴിഞ്ഞിട്ട്. മിനിസ്റ്റർ ഗസ്റ്റ് ഹൗസിൽ എത്തുമ്പോ PA അമലേച്ചിയെ വിളിക്കാന്ന് പറഞ്ഞ്. എങ്കിൽ പിന്നെ സമയം കളയണ്ട. അപ്പോ നേരത്തെ തന്നെ എത്താൻ നോക്ക്. ഞാനൊരു ടാക്സി അറേഞ്ച് ചെയ്ത് തരട്ടെ? വേണ്ട സർ, ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം. സർ വിശ്രമിക്കുക. നിളേച്ചി, ഞാൻ എന്നെ ഇറങ്ങട്ടെ. ശരി അപ്പു. മിനിസ്റ്ററെ കണ്ടിറങ്ങിയ ഉടനെ വിളിക്കണേ അപ്പോ. ഷുവർ സർ. അവൾക്ക് വേണ്ടി അപ്പോയി കാണിക്കുന്ന ഈ കമ്മിറ്റ്മെന്റ്സിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കൊള്ളാം, എന്നോട് നന്ദി പറയേ. എനിക്ക് വേണ്ടി ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തവരാ സാറും ആതിരയൊക്കെ. അതുമാത്രമല്ലല്ലോ, അവളെ ഇല്ലാതാക്കിയവര്
എന്റെ ജീവിതം കൂടിയല്ലേ ഇരുട്ടിലാക്കിയത്. അപ്പോ ആതിരയ്ക്ക് വേണ്ടി ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ സർ? ഇതെന്റെ കടമയാ. ഞാൻ വിളിക്കാം സർ. നന്ദേട്ടാ, എന്താ ഇത്? നന്ദേട്ടൻ പറഞ്ഞതുപോലെ ഒക്കെ അവളുടെ ആത്മാവിന്റെ പ്രാർത്ഥന കൊണ്ടായിരിക്കും. തളരരുത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അപ്പൊ എന്ത് ധൈര്യേട്ടാ ഓരോ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നത്. അതുപോലെ വേണം നന്ദേട്ടനും. ത്രേസ്യാമ്മച്ചി, ഞാൻ ഇറങ്ങുവാണേ. ത്രേസ്യാമ്മച്ചി. അമ്മച്ചി പള്ളിയിൽ പോയിരിക്ക. നിക്ക്. തിരക്കില്ലെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇപ്പോഴാണെങ്കിൽ അമ്മച്ചി ഇല്ലാത്തതുകൊണ്ട് പറയാനുള്ളതും കേൾക്കാനുള്ളതും നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ നിൽക്കും. മമ്മി പറഞ്ഞു. പറയാനുള്ളത് ആരെക്കുറിച്ചായിരിക്കുമെന്ന് നിനക്ക് ഊഹിക്കാമല്ലോ. മാളുവിന്റെ കാര്യത്തിൽ നീ എന്ത് തീരുമാനിച്ചു? ഞാനെന്ത് തീരുമാനിക്കാം? ഈ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കാനില്ല. എങ്കിൽ തീരുമാനം എടുക്കേണ്ട കാര്യം എനിക്കുണ്ട്. ഞാനത് എടുക്കുകയും ചെയ്തു. നീ ഡ്യൂട്ടി കഴിഞ്ഞ് ഏത് സമയത്ത് ഇറങ്ങും? സ്പെഷ്യൽ ഡ്യൂട്ടി ഒന്നുമില്ലെങ്കിൽ രാത്രി 8 മണിയോടെ എത്തും. ശരി. ആ സമയത്താണ് നീ മടങ്ങി വരുന്നതെങ്കിൽ നിന്റെ ഒപ്പം മാളു ഇവിടെ വന്നിരിക്കണം. അതല്ല, ഡ്യൂട്ടി നീണ്ടുപോവുകയാണെങ്കിൽ നാളെ രാവിലെ നീ തന്നെ പോയി അവളെ ഇവിടെ കൂട്ടിക്കൊണ്ടു വരികയും വേണം. എങ്ങനെ പോയാലും ഇപ്പൊ ഈ നിമിഷം മുതൽ എണ്ണി തുടങ്ങിയാൽ 24 മണിക്കൂർ തീരുന്നതിന് മുൻപ് മാളു ഈ വീട്ടിൽ ഉണ്ടാവണം. അതിലെന്തെങ്കിലും വീഴ്ചയോ വിഘാതമോ ഉണ്ടായാൽ പിന്നെ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല. ഞാൻ പോകുന്നിടത്തേക്ക് എന്നെ അന്വേഷിച്ചാരും വരികയും വേണ്ട. ആരും. എന്താ നീ ഒന്നും പറയാത്തത്? സോറി മമ്മി. അങ്ങനെ അങ്ങോട്ട് പോയി എന്റെ ഭാര്യയെ ക്ഷണിച്ചുകൊണ്ടുവന്നൊരു ഒത്തുതീർപ്പ് ഇക്കാര്യത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോ നിന്റെ തീരുമാനം അങ്ങനെയാണോ? അതെ മമ്മി. അതിനെനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാനായിട്ട് മാളുവിനോട് ഒരിക്കലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനോ എന്റെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാനോ ആവശ്യപ്പെട്ടിട്ടില്ല. അവള് പോയത് അവളുടെ സ്വന്തം ഇഷ്ടത്തിന്. പിന്നൊരു കാര്യം, എന്റെ സൗഹൃദങ്ങളെ മറ്റൊരു ആംഗിളിലൂടെയാണ് അവൾ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മാളു ഒരിക്കലും അങ്ങനൊരു സൂചന സംസാരത്തിലോ പ്രവൃത്തിയിലോ എനിക്ക് തന്നിട്ടില്ല. ആ കുട്ടി വിളിക്കുമ്പോ നീ ഫോൺ എടുക്കാത്തതിലായിരുന്നു മാളുവിന്റെ പരാതി. അന്ന് ആ കുട്ടി ഇവിടെ വന്നപ്പോഴും നിന്നോടൊപ്പം ഹോസ്പിറ്റലിൽ വെച്ച് അവരെ കണ്ടപ്പോഴും മാളു അവരോട് മാന്യമായി പെരുമാറിയെന്ന ഞാൻ കരുതുന്നത്. നിന്റെ ഫ്രണ്ടിനെ കുറിച്ച് വലിയ മതിപ്പോടെയാ അവൾ എന്നോട് സംസാരിച്ചതും. അങ്ങനെയെങ്കിൽ പിന്നെ അലീനയുടെ പേരും പറഞ്ഞ് പിന്നെ എന്തിനാ അവളെ വഴക്കുണ്ടാക്കുകയും ഇറങ്ങിപ്പോവുകയും ചെയ്തു? അലീനയുടെ പേര് പറഞ്ഞാണ് മാളു പിണങ്ങിപ്പോയതെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നിന്റെ വേർഷൻ. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ മാളു പിണങ്ങിപ്പോയത് ആ സൗഹൃദത്തിൽ അവൾ അറിയാത്തതായി അല്ലെങ്കിൽ അവളോട് പറയാത്തതായി എന്തോ ഉണ്ടെന്ന് അവൾക്ക് തോന്നിയതുകൊണ്ടാണ്. ആലോചിച്ചു നോക്കിയാൽ അതിൽ ന്യായം ഉണ്ട് താനും. നിന്റെ ഏത് സൗഹൃദങ്ങളിലും സ്വന്തം ഭാര്യയോട് മറയ്ക്കാനും ഒളിക്കാനും ഒന്നുമില്ലെന്ന് അവൾ വിശ്വസിക്കണമെങ്കിൽ അത് നിന്നോടുള്ള വിധേയത്വമല്ല, വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് നീയായിട്ട് കോട്ടം തട്ടിച്ചിരിക്കുന്നു. അത് വീണ്ടെടുക്കേണ്ടത് നിന്റെ മാത്രം ബാധ്യതയാ. അതുകൊണ്ടാണ് മാളുവിനെ പോയി കാണാനും തിരികെ വിളിച്ചോണ്ടുവരാനും ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത്. നിന്റെ ഭാഗത്ത് ശരിയുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഈ കാര്യത്തിൽ ഞാൻ നിർബന്ധിക്കേയില്ലായിരുന്നു. മമ്മി മാളുവിന്റെ പക്ഷത്ത് നിന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. ഞാൻ ന്യായത്തിന്റെ പക്ഷത്ത് മാത്രമാണ് നിൽക്കുന്നത്. അവിടെ മറ്റൊരു സെന്റിമെന്റ്സും ഞാൻ നോക്കുന്നില്ല. എന്ത് ന്യായം ഉണ്ടെന്നാ മമ്മി പറയുന്നത്? മറ്റുള്ളവരുമായുള്ള ഫ്രണ്ട്ഷിപ്പിൽ മാളുവിന് പ്രൈവസി ആകാമെങ്കിൽ അതേ അവകാശവും സ്വാതന്ത്ര്യം എനിക്കില്ലേ? അതിന് മാളുവിന് നീ അറിയാത്ത ആരുമായും ഫ്രണ്ട്ഷിപ്പ് ഇല്ലല്ലോ. ഞാൻ അറിയാത്ത ആരുമായിട്ടുമില്ല, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പിൽ അവൾക്കൊരു പ്രൈവസി ഉണ്ടല്ലോ. ആ സ്പേസിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടുമില്ല, എന്നോട് പറഞ്ഞിട്ടുമില്ല. അതിലെനിക്ക് പരാതിയില്ല. അപ്പൊ എന്റെ സൗഹൃദത്തിൽ ആ സ്വാതന്ത്ര്യം എനിക്കുമില്ലേ? നീ എന്താ ഉദ്ദേശിച്ചത്?
അപ്പുവും മാളുവും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പാണോ? അതെ, അത് തന്നെയാ. ബയോളജിക്കലി അപ്പു ഇപ്പോഴും ഒരു പെണ്ണ, ദാറ്റ് ഐ അഗ്രി. പക്ഷേ ഒരാണിന്റെ മനസ്സാ അപ്പുവിനിപ്പോ. അങ്ങനെയുള്ള ഒരാളുമായിട്ടുള്ള മാളുവിന്റെ ഈ തിക് ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേണമെങ്കിൽ സംശയിക്കാമല്ലോ. ഒരാണിനൊപ്പം മാളു എവിടെയെല്ലാം പോയിരിക്കുന്നു. നാണമില്ലടാ നിനക്ക്? പോ എന്റെ കൺമുന്നിൽ നിന്ന്. നിന്നെ പോലൊരു മകനെ കിട്ടിയതിൽ ഞാൻ അഭിമാനിച്ചിരുന്നു, അഹങ്കരിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ നീ എന്റെ ആരുമല്ല. പൊയ്ക്കോ, എവിടെയെങ്കിലും പൊയ്ക്കോ. എനിക്ക് നിന്നെ കാണുകയേ വേണ്ട. അപ്പു മാളു ആരാണെന്ന് നിനക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും നിന്റെ നാവിൽ നിന്ന് ഇങ്ങനെ വീണു പോയല്ലോ. കഷ്ടം. നിന്റെ പപ്പയുടെ ആത്മാവ് നിന്നോട് പൊറുക്കില്ല, ഒരിക്കലും പൊറുക്കില്ല. പൊയ്ക്കോ, എവിടെയെങ്കിലും പൊയ്ക്കോ. മാഡം, നേരത്തെ പറഞ്ഞ ആ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെത്തിയോ? എത്തി മാഡം. വരാൻ പറയും. ആ ഗോപൻ, ഇന്നിനി ഇവിടെ ആരെങ്കിലും കാണാനുണ്ടോ നമുക്ക്? ഇല്ല മാഡം, ഇത് കഴിഞ്ഞാൽ 7:30-ക്കുള്ള ഫംഗ്ഷൻ മാത്രം. ഓക്കെ ഓക്കെ, അവരോട് വരാൻ പറയൂ. ശരി മാഡം. ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് പ്രയോറിറ്റി ലിസ്റ്റിലുള്ളവർക്ക് ഇഷ്യൂ ചെയ്യാൻ സെക്രട്ടറിയോട് പറയണം. ശരി. മെയിൽ കോപ്പി ടു CM and CS. ഓക്കെ. ശരി മാഡം. നമസ്കാരം. വരൂ വരൂ, ഇരിക്ക് ഇരിക്ക്, മടിക്കണ്ട, ഇരുന്നോളൂ. നമ്മൾ കണ്ടിട്ട് കുറച്ചായെന്ന് തോന്നുന്നു അല്ലേ? അതെ ടീച്ചർ, സെന്റ് സെബാസ്റ്റ്യൻ കോളേജിലെ സെമിനാറിനാ ലാസ്റ്റ് കണ്ടത്. യെസ് യെസ്, ഓർമ്മയുണ്ട്. അന്ന് അമല നന്നായി സംസാരിച്ചു. തിരക്ക് കാരണം മുഴുവനും കേൾക്കാൻ പറ്റിയില്ല, പക്ഷെ കേട്ടെടുത്തോളം ഗംഭീരായിരുന്നു. താങ്ക് യു മാഡം. പറയാമല, എന്താ വിഷയം? ഗോപൻ പറഞ്ഞത് എന്തോ മർഡർ കേസുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണെന്നാണ്, ശരിയല്ലേ? അതെ ടീച്ചർ, ഇത് അപ്പു ട്രാൻസ്മാൻ ആണ്. ഹലോ. ഹലോ മാം. അപ്പു വിവാഹം കഴിക്കാനിരുന്ന കുട്ടിയാണ് ഈ കൊല്ലപ്പെട്ട ആതിര. ഓ, മൈ ഹാർട്ട് ഫെൽ കണ്ടോളൻസ് അപ്പു. മാഡം, ആതിരയുടേത് ആസൂത്രിതമായ ഒരു കൊലപാതകമാണെന്ന് സംശയിക്കാനുള്ള ഞങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങളും തെളിവുകളുമാണിത്. ഈ കേസിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതിന്റെ തെളിവാണിതിൽ പ്രധാനം. ഇടിച്ച ടിപ്പറിന്റെ ഡ്രൈവർ അപകടത്തിന് മിനിറ്റുകൾക്ക് മുൻപ് കണ്ടിന്യൂസ് ആയി ഒരാളെ തന്നെയാണ് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അപകടത്തിന് ശേഷവും അതേ നമ്പറിലേക്ക് തന്നെ പല പ്രാവശ്യം കോൾ പോവുകയും ചെയ്തിട്ടുണ്ട്. അപകടം നടന്ന് 1 മണിക്കൂറിന് ശേഷം സ്വിച്ച് ഓഫ് ആയ ആ ഫോൺ പിന്നെ ഇതുവരെ ഓണായിട്ടില്ല. ഇതിൽ നിന്നെല്ലാം ഈ അപകടത്തിന് പിന്നിൽ വ്യക്തമായൊരു കോൺസ്പിറസി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് മാഡം. ആതിരയുടെ ബ്രദർ ഈ പറഞ്ഞ ഫിലിപ്പോസിന്റെ മകന്റെയും അയാളുടെ ഫ്രണ്ടിന്റെ പേരിൽ കേസ് കൊടുത്തിരുന്നു. അതിൽ നിന്ന് പിന്മാറാൻ ഒരുപാട് തവണ ഫിലിപ്പോസിന്റെ ഭാഗത്തുനിന്ന് ഭീഷണി ഉണ്ടായിട്ടുണ്ട്. നന്ദൻ സാറ് എന്നിട്ട് അതിന് തയ്യാറാവാത്തോണ്ട് അയാൾ സാറിനെ വകവരുത്താൻ പ്ലാൻ ചെയ്തുണ്ടാക്കിയതാ ഈ ആക്സിഡന്റ്. ഈ പരാതിയിൽ പറയുന്ന പ്രതികളായ സാംകുട്ടിയും അരുണും കൊല്ലപ്പെട്ട ആതിരയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിനാണ് നന്ദൻ അവർക്കെതിരെ കേസ് ഫയൽ ചെയ്തത്, അല്ലേ? അതെ മാഡം. ആതിരെ ഇവരെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു. നന്ദൻ സാറായിരുന്നു അന്ന് അനിയത്തെ രക്ഷിച്ചത്. ഓ, അപകടത്തിൽ നന്ദനും സാരമായിട്ട് പരിക്കേറ്റു അല്ലേ? അതെ മാഡം. ഹൗ ഇസ് ഹി നൗ? റിക്കവർ ആയോ? ആയി വരുന്നു മാഡം. ഓക്കെ, ഞാൻ എന്തായാലും ഇതേപ്പറ്റി വിശദമായ ഒരു അന്വേഷണം വേണമെന്ന് ഹോം ഡിപ്പാർട്ട്മെന്റിനോടും CMനോടും ആവശ്യപ്പെടാം. നിങ്ങൾ സംശയിക്കുന്നത് പോലെ ഈ പറഞ്ഞ ഫിലിപ്പോസിന് ഇതിലെന്തെങ്കിലും പങ്കുണ്ടെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞാൽ പിന്നെ അയാളിനി എത്ര വലിയ കൊമ്പനായാലും അഴിക്കുള്ളിലായിരിക്കും.